എല്ലാവർക്കും ജി ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പപ്സാണ്. അതിന് വേണ്ടി 10 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കിലോ ഉള്ളിയും 1/4 കിലോ തക്കാളി, 4 പച്ചമുളകും, 1 കഷ്ണം ഇഞ്ചും, കറിവേപ്പില, മല്ലിച്ചപ്പ്, 1 ക്യാപ്സിക്കം, പിന്നെ 1/2 കിലോ മൈദ. ഇനി വേണ്ട സാധനമാണ്. അപ്പോൾ ഇതുപോലെ നൈസ് വെട്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈസ് കട്ടാക്കിയിട്ട് നമുക്ക് വെക്കാം. ബാക്കി നമ്മൾ വീഡിയോയിൽ നോക്കാം. മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കുറേ മസാല ഒന്നും ഇല്ലാതെ നമ്മൾ സാധാരണ ഒരു പപ്സിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം പൊടിയൊന്നും ഇടാതെ ഒരു ലൈറ്റായിട്ട് നല്ല ഫ്രൈ ആയിട്ട്. അപ്പോൾ നല്ല തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളിൻ്റെ മണമാണ് ഈ മസാലക്ക് ഒന്ന് നല്ല ഫ്ലേവറായിട്ട് കിട്ടുന്നത്. വെളുത്തുള്ളി ഫ്രൈ ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലത്. അതിൻ്റെ ഒപ്പം ഇഞ്ചിയും കൂടി ഇടുക. ഇഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫുള്ളായിട്ടുള്ളൊരു സാധനമായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അതുപോലെ പച്ചമുളകും എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ അതിനൊരു ടേസ്റ്റ് തന്നെ വേറെ തന്നെയാണ്. നമ്മളതിന് എല്ലാം ഒരുമിച്ച് ഇടാതെ ഇത് 3 സാധനം ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടാൽ അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു തിന്നാൻ നല്ലൊരു പാങ്ങായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടിട്ട് നല്ല എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് സാധനമൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് നല്ല പേസ്റ്റ് പോലെ ആകുന്ന പോലെ ആക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് കുറച്ച് മെനക്കേടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പപ്സ് നമുക്ക് സാധാരണ കടയിൽ പോയിട്ട് 12 രൂപ കൊടുത്തിട്ടാണ് പപ്സ് കിട്ടുന്നത്. പക്ഷേ വീട്ടിലുണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളിയെല്ലാം ഇട്ട് ശേഷം നല്ല മസാല ഒന്ന് ഫ്രൈ ആവരെ ഉള്ളി ഒന്ന് വെള്ളമെല്ലാം ആറിയിട്ടൊന്ന് വേകും വരെ നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതാ ഉള്ളി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് പിന്നെ തക്കാളി എല്ലാം ഒന്ന് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അത് പെട്ടെന്നാവും.
ചെറിയ ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. മലയാള ബന്ധിരി നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനടുത്തതായി പൊടി ഇടുക. ഒരു 1.25 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ അതേ പൊടികളൊന്നും വേണ്ട. ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല മാത്രമേ വേണ്ടൂ. എരിവിനുള്ള പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അധികം എരിവൊന്നും വേണ്ട. ഇത് നമ്മൾ സാധാരണ ചായ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം എരിവിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മളെ മസാല ചിക്കൻ മസാല ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടുക. ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിത് മതിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇടുക. അധികം ഉപ്പും വേണ്ട. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ആക്കിയാൽ എല്ലാവർക്കും തിന്നാൻ പറ്റും. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ മൈദ എടുക്കുക. 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനൊന്ന് നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപ്പ് വേണം. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ അധികം ലൂസാവാത്ത പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വലിയ സ്പൂണിലാണ് ഒഴിച്ചിന്. നിങ്ങൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ പറഞ്ഞ്. അപ്പോൾ ഇതൊന്ന് ടൈറ്റിലൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യത്തിന് വേണ്ട പോലെ ഒഴിച്ചിട്ടൊന്ന് ടൈറ്റിലൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ടൈറ്റിലൊന്ന് കുഴച്ചെടുക്കുക. നല്ല കൊയ്യാണ്. കൊയ്യാതിരുന്നാൽ ഇതൊന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല കൊയ്ഞ്ഞാൽ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല കുഴച്ചിട്ട് കുറേ ബോളാക്കിയിട്ട് വെക്കണം. ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് പരത്തുക. കുറച്ച് വലുപ്പത്തിൽ പരത്തുക. ഇതുപോലെ നല്ല ടൈറ്റിൽ കുഴച്ചാൽ ഇതുപോലെ നല്ല കുഴഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നീണ്ടിട്ട് വരും. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിനെ ഒട്ടിയിട്ട് പിടിക്കും. ടൈറ്റിൽ ഇത് കോയ നോക്കേണ്ടതുണ്ട്. ലൂസിലൊന്നും കുഴച്ചാൽ പിന്നെ അത് എണ്ണക്കിട്ടാൽ അതൊരു ഇതുണ്ടാവില്ല, പൊന്തിട്ടൊന്നും വരില്ല. അധികം ടൈറ്റും വേണ്ട അധികം ലൂസും വേണ്ട. ഒരു സാധാരണ കോയൽ കുഴക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. കുറച്ച് നൈസായാലും നല്ല എണ്ണയിൽ പൊരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും. എത്ര നീളത്തിലൊന്ന് പരത്തിയെടുക്കുക. ഇത് പപ്സ് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതുപോലെ സൈഡ് ഒന്ന് മുറിച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഈ മുറിക്കുന്നതൊന്നും വേസ്റ്റാന്നല്ലോ ഇത് വേണ്ട. ഇതിന് മുറിച്ചതിന് വേറൊരു സാധനം കൂടി ആക്കാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് നമ്മൾ വെച്ച ബോളുകളെല്ലാം ഇതുപോലെ മുറിച്ചിട്ട് നല്ലൊന്ന് റെഡിയാക്കി എടുക്കാം. ബോളുകളെല്ലാം പരത്തിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പരത്തിയിട്ട് എല്ലാ ബോളുകളും പരത്തി, പിന്നെ ഞാൻ മുറിച്ച സാധനം ഉണ്ടല്ലോ, അതിന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. പിന്നെ നമ്മളിങ്ങനെ വരുത്തി വെച്ച സാധനത്തിന് ഇങ്ങനെ ഒരു പാത്രം എടുക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക. അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാത്രം വെച്ചത്. അപ്പോൾ അത് വെള്ളത്തിന് ഇതിന് സൈഡിലേക്ക് ഇങ്ങനെ കൊള്ളിക്കുക, അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് അതിൻ്റെ മസാല എല്ലാം പുറത്തു പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ടാകുമ്പോൾ അത് എണ്ണ ഒന്ന് പിടിച്ച് നിൽക്കും. അപ്പോൾ ഒരു കഷ്ണം മുട്ട കഷ്ണമാക്കി എടുക്കുക, ഒരു കഷ്ണം മുട്ട വെക്കുക, അതിൻ്റെ മുകൾക്ക് കുറച്ച് മസാല ഇടുക, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ബാക്കിയുണ്ട് എല്ലാത്തിനും ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ പപ്സ് കോട്ടിങ് മസാല എല്ലാം ഇട്ടിട്ട് കോട്ടിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിനി പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പാനിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു 1/2 ലിറ്റർ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ, ചൂടായി കഴിഞ്ഞ ശേഷമേ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ മസാലകൾ ഇളങ്ങിയിട്ട് പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. പിന്നെ
മിണ്ടുന്നില്ല നിങ്ങൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ഒരേ വാക്ക് രണ്ടായിട്ട് റിപ്പീറ്റ് ആക്കുന്ന ഇതുണ്ടാവും. അതെല്ലാം ഇതായിക്കൊണ്ട് നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാലും പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇടാൻ വേണം, പിന്നെ ലൈറ്റ് തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇത് മൈക്രോ ഓവണിലാണ് വെക്കേണ്ടത്. വന്നാൽ നമ്മളെ ഷോപ്പിൽ കിട്ടുന്ന പപ്സ് പോലെ ആവും. എണ്ണയിൽ പൊരിക്കുമ്പോൾ ഒരു എണ്ണയിൽ പൊരിച്ചതിനൊരു ഇതുണ്ടാവും. ടേസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മൈക്രോ ഓവനിൽ വെച്ചിട്ട് പൊരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാത്തിനെയും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. പപ്സ് എല്ലാം പൊരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച സാധനമല്ല നേരത്തെ, അതിന് ഈ ചൂടായ എണ്ണയിലേക്ക് അങ്ങനെ നന്നായിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ബേക്കറിയിലെല്ലാം ഒരു ഐറ്റം കിട്ടുന്നു. നമ്മളെ കാസർഗോഡ് ഇങ്ങോട്ട് ഇന്ന് തുക്കുടി എന്ന് പറയും, 6 നമ്പർ തുക്കുടി അങ്ങനെ എന്താ പറയും. അതുപോലത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സാധനം വേസ്റ്റ് ആക്കണ്ട. ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മളെ പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.